എൻ്റെ പേര് ആയിഷ അമീന. മൈൻഡ് ട്രസ്റ്റിൻ്റെ പ്രേരണ പ്രൊജക്റ്റ് കോർഡിനേറ്ററാണ്. വളരെ അഭിമാനവും സന്തോഷവും നിറഞ്ഞൊരു ദിവസമാണിന്ന്. SSLC +2 പരീക്ഷകളിൽ വളരെ മികച്ച വിജയം കൈവരിച്ച നമ്മുടെ കുട്ടികളെ അനുമോദിക്കുന്നതിനും ഒപ്പം പ്രേരണ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ ആദരിക്കുന്നതിനു വേണ്ടിയാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ദൈവമേ നിന്റെ സ്നേഹസാഗരം എന്നിലേക്കൊന്നു കേണമേ. സൃഷ്ടിയിലെ തിന്മയൊക്കെയും മാറ്റി ശുദ്ധമാക്കി തരണമേ. ദുഃഖമെൻ ചിത്തഭൂമിയിൽ വർഷം മേഘമായി പെയ്തിറങ്ങുമ്പോൾ സാന്ത്വനത്തിന്റെ എന്നെ വന്നു തലോടണേ. നിത്യവും എന്റെ ചിത്തവീണയിൽ മുഖരാഗമായി തന്നെ. സത്യരാഗത്തിൻ ധർമ്മഗാനങ്ങൾ പാടുവാൻ കഴിയേകണേ. കൃഷ്ണ ക്രിസ്തു നദികളൊക്കെ ഏകമാണെന്ന സത്യത്തെ ഹല്ലേലൂയത്തിൽ ബോധ്യമാക്കുവാൻ ജ്ഞാനമേകൂ സർവേശ്വരാ. ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 2023 സിവിൽ സർവീസ് പരീക്ഷയിൽ വളരെ മികച്ച വിജയം കൈവരിച്ച ശാരികയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്ന ആബ്സല്യൂട്ട് അക്കാദമിയുടെ ചിത്രശലഭം പദ്ധതി വഴിയാണ് ശാരിക പഠിച്ചത്. ഈ അക്കാദമിയുടെ ഡയറക്ടറായ ശ്രീ ജോബിനസ് കൊട്ടാരവും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്നത് ഇരട്ടി മധുരം നൽകുന്നു. ശാരികയെയും ജോബിൻ സാറിനെയും ഏറെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കാൻ നിമിത്തമായ നമ്മുടെ മൈൻഡിൻ്റെ അഭിമാനമായ പ്രിയപ്പെട്ട കൊച്ചു മിടുക്കന്മാരെയും മിടുക്കികളെയും അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ ഒപ്പം നിന്ന പ്രേരണയിലെ അധ്യാപകരെയും അതോടൊപ്പം അവരുടെ മാതാപിതാക്കളെയും ഈ പരിപാടിയിലേക്ക് ഏറ്റവും അഭിമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മൈൻഡ് കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കുട്ടികളുടെ മികച്ച വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് മൈൻഡ് ട്രസ്റ്റിൻ്റെ വിദ്യാഭ്യാസ പ്രോജക്റ്റായ പ്രേരണയാണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനും ആശംസകൾ നേരുന്നതിനുമായി പ്രേരണയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുന്ന മൈൻഡ് കൺവീനറായ എമി സെബാസ്റ്റ്യനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എമി ചേച്ചി, പ്ലീസ് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഏറെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നാം എല്ലാവരും ഇന്നിവിടെ ആയിരിക്കുന്നത്. മൈൻഡിലെ 21 കുട്ടികളാണ് 10ാം ക്ലാസ്സും +2 പരീക്ഷയിലും ഉന്നത വിജയം കൈവരിച്ചിട്ട് നമ്മുടെ മുൻപിലുള്ളത്. പ്രേരണയിലെ ആദ്യത്തെ +2ന്റെ ബാച്ചാണ് ഈ പ്രാവശ്യം പുറത്തിറങ്ങുന്നത്. അത് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. രോഗാവസ്ഥ മൂലം പഠനം ഉപേക്ഷിക്കേണ്ടി വന്നവരോ അല്ലെങ്കിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നാലും സ്കൂളിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡ് കൊണ്ടുവന്ന പ്രൊജക്റ്റാണ്, മൈൻഡിന്റെ വിദ്യാഭ്യാസ പ്രൊജക്റ്റാണ് പ്രേരണ എന്ന് പറയുന്നത്. പ്രേരണയെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രേരണയുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ശ്രീജ ടീച്ചറും ആശ ചേച്ചിയും അനിത ചേച്ചിയും ആയിഷയും ഒക്കെയാണ്. വളരെ ഭംഗിയായിട്ടെന്ന് പറയുമ്പോഴേക്കും അവരെടുക്കുന്ന ഒരു എഫേർട്ട് എന്താന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നിലവിൽ ഇപ്പോൾ പ്രേരണയുടെ ഭാഗമായിട്ട് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഡിഗ്രിയും കൂടി ആക്കണമെന്നുള്ള ഒരു ആഗ്രഹം കോർഡിനേറ്റേഴ്സ് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളിലേക്കുള്ള ടീച്ചേഴ്സിനെ കണ്ടെത്തുക, ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെറിയൊരു കാര്യമല്ല. കാരണം ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉള്ള ടീച്ചേഴ്സിനെ കണ്ടെത്തണം. അങ്ങനെ ശരിക്കും ടീച്ചേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത് ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. എന്നാൽ അവരെ വളരെ ഭംഗിയായിട്ട് തന്നെ ടീച്ചേഴ്സിനെ കണ്ടെത്താനായിട്ടും അതിൽ കൂട്ടിന്റെ വോളണ്ടിയേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ മൈൻഡിനോട് സ്നേഹത്തോടെ നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാത്ത ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ട് ഇവർക്ക് പറ്റുന്ന രീതിയിൽ ഇവരോട് ഏറ്റവും സ്നേഹത്തോടെ നിൽക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിനെ കണ്ടെത്തുക എന്നുള്ള ഒരു വലിയൊരു ഡ്യൂട്ടി നമ്മുടെ കോർഡിനേറ്റേഴ്സ് ചെയ്യുന്നുണ്ട്.
അത് മാത്രമല്ല എല്ലാ ആഴ്ചയും ടൈം ടേബിൾ ഇടാന്നുള്ളത്, ഓരോ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി മനസ്സിലാക്കി പോർഷൻസ് ഏതാണ് തീരാനുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ടൈം ടേബിൾ ഇടാനായിട്ടും, അതുപോലെ തന്നെ ഇവരെല്ലാവരും ഈ 4 പേരും കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നവരാണ്. ആ ക്ലാസ് എടുക്കാനുള്ള ഒരു സമയം കണ്ടെത്തുന്നു. പിന്നെ ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾ എന്തുകൊണ്ട് കയറുന്നില്ല, അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നിങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന, എപ്പോഴും അവരോട് ചേർന്ന് നിൽക്കുന്ന നല്ല 4 കോർഡിനേറ്റേഴ്സിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും പ്രേരണ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഇവിടെ നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത് നമ്മളുടെ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞിരുന്ന പോലെ 21 കുട്ടികളാണ് നമ്മുടെ മൈൻഡിന്റെ ഭാഗമായിട്ട് ഇന്ന് 10ാം ക്ലാസ്സും പ്ലസ് ടുവും വിജയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 9 പേര് പൂർണ്ണമായിട്ടും നമ്മുടെ പ്രേരണയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളാണ്. ശരിക്കും ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ. കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാവട്ടെ, എഴുതാനുള്ള ബുദ്ധിമുട്ടാവട്ടെ, അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഭാവി വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ അവർ ആത്മാർത്ഥമായിട്ട് പഠിച്ചത് കൊണ്ടാണ്, അവരിൽ തന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്രയും കുട്ടികൾ ഇവിടെ നല്ലൊരു ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് ഇടയായിട്ടുള്ളത്. നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും തന്നെയാണ് നിങ്ങളെ ഈ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെ കൂടെ ഇത് ഉണ്ടാവണം. ഇനിയിപ്പോ നിങ്ങളൊരു ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിയർ കണ്ടെത്താനായിട്ടുണ്ട്, അതിനുവേണ്ടി അധ്വാനിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നാളും നിങ്ങൾക്കുണ്ടായിരുന്ന ഈ സ്ട്രെങ്ത് ഇനിയും ഉണ്ടാവണം. നല്ല രീതിയിൽ പഠിക്കാനായിട്ടും നല്ലൊരു ജോലി കണ്ടെത്താനായിട്ടും നമ്മുടെ സമൂഹത്തിനും വീടിനും ഒക്കെ ഒരു സപ്പോർട്ടായിട്ട് മാറാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ആളുകളാണ് ടീച്ചേഴ്സ്, ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ എണ്ണത്തേക്കാൾ ഇപ്പൊ 21 കുട്ടികളാണ് ഇന്നിവിടെ പഠിച്ചിറങ്ങിയതെങ്കിൽ ഇവരെ പഠിപ്പിക്കാനുണ്ടായിരുന്ന ടീച്ചേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 30 ആയിരുന്നു. അതായത് കുട്ടികളെക്കാളും കൂടുതലാണ് ടീച്ചേഴ്സിന്റെ എണ്ണം വരുന്നത്. ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളുണ്ട്, കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വീട്ടമ്മമാരുണ്ട്, കൂട്ടിലെ വോളണ്ടിയേഴ്സ് ഉണ്ട്, നമ്മുടെ മൈൻഡിലെ തന്നെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും അവർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ കിട്ടുന്ന ഒരു സമയം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചത് കൊണ്ടാണ്, അവരെ അത്രയും ആത്മാർത്ഥതയോടെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ വിജയം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ മൈൻഡിലെ കുട്ടികളെ എടുക്കുകയാണെങ്കിൽ പലർക്കും തന്നെ സ്കൂളിൽ പോകാനായിട്ട് ഇപ്പൊ ഡെയിലി ഒന്നും പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ചില സബ്ജക്റ്റുകളിൽ ബേസ് കുറവും അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്രയും ക്ഷമയോടെ അത്രയും സ്നേഹത്തോടെ അവരോട് ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് കുട്ടികൾക്ക് ശരിക്കും കയറി വരാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ പാരന്റ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, പ്രേരണയുടെ ക്ലാസ്സിന് മുൻപ് കുട്ടികൾ എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് ഈ ടീച്ചേഴ്സിന്റെ ക്ഷമയും സ്നേഹവും തന്നെയാണ്. അവരോട് ചേർന്നിരിക്കാനായിട്ടും അവരെ പഠിപ്പിക്കാനായിട്ടൊക്കെയുള്ള ആ ഒരു സമയം കണ്ടെത്തിയത് കൊണ്ട് ഇന്ന് കുട്ടികൾക്ക് ഈ രീതിയിലേക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു കുട്ടി ആബ്സെന്റ് ആവുകയാണെങ്കിൽ ഈ ടീച്ചേഴ്സ് വീണ്ടും അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് എടുക്കാനായിട്ടും അവരോട് ചേർന്ന് നിൽക്കാനായിട്ടും ഒക്കെ ശ്രമിക്കാറുണ്ട്. ശരിക്കും ഒരു ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരിട്ട് കണ്ട് പഠിപ്പിക്കുന്നതിനേക്കാളും ഇരട്ടി എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ട് ഓൺലൈൻ ആകുമ്പോൾ. നേരിട്ട് കാണാത്തതുകൊണ്ട് തന്നെ അവരുടെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ അത്രയും എഫേർട്ട് എടുത്ത് അത്രയും സ്നേഹത്തോടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും മൈൻഡിന്റെ പേരിൽ സ്നേഹം അറിയിക്കുകയാണ്. ഇനിയും നമ്മോടൊപ്പം തന്നെ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സ്നേഹം ടീച്ചേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടവരാണ് നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത്. കുട്ടികളെ ഇത്രയും നല്ല രീതിയിൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റി ഇത്രയും ധൈര്യത്തോടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ പാരന്റ്സിന്റെ ഇടപെടൽ വളരെ വലുത് തന്നെയാണ്. ഇപ്പൊ കുട്ടികൾക്ക് ക്ലാസ്സിൽ കയറാൻ എന്തെങ്കിലും മടിയോ കാര്യങ്ങളോ എന്ത് വന്നാലും പാരന്റ്സ് കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് കുട്ടികളെ ക്ലാസ്സിൽ കയറ്റാനും ഒക്കെ ശ്രമിച്ചത്. അപ്പൊ കുട്ടികളുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സിന്റെയും കൂടെയാണ്. അപ്പൊ പാരന്റ്സിനും ഈ അവസരത്തിൽ പ്രത്യേകം സ്നേഹം അറിയിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളെ ഒക്കെ മറികടന്നുകൊണ്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ IAS എന്ന സ്വപ്നം നേടിയെടുത്ത ശാരിക നമുക്ക് എല്ലാവർക്കും തന്നെ ഇൻസ്പിറേഷൻ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു ആള് തന്നെയാണ് ശാരിക. അതോടൊപ്പം തന്നെ നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൗജന്യ സിവിൽ സർവീസ് കോച്ചിങ് നൽകുന്ന അബ്സല്യൂട്ട് അക്കാദമിയുടെ സ്ഥാപകനും ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ ജോബിൻ എസ് ആണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്.
നമ്മുടെ കുട്ടികളായിട്ടുള്ള അനാമിക, അസ്ന, ഷമ്മാസ് ഇവരുടെയൊക്കെ ആഗ്രഹമാണ് IAS എന്നുള്ള ഒരു സ്വപ്നം. അപ്പൊ അവർക്കും ശാരികയെ പോലെയൊക്കെ തന്നെ അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പാഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത് നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്നുകൂടെ ആശംസിക്കുകയാണ്. അതോടൊപ്പം പ്രേരണയ്ക്ക് ഇനിയും ഒരുപാട് കുട്ടികളെ ഇതുപോലെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു എമി ചേച്ചി. ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുഖ്യ അതിഥിയായ ശാരികയാണ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സെറിബ്രൽ പാൾസിയുടെ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച് ശാരിക നേടിയെടുത്ത തിളക്കമാർന്ന വിജയം സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന ഭിന്നശേഷിക്കാരായ ഏതൊരാൾക്കും പകരുന്ന ഊർജം ചെറുതല്ല. ഒരുപാട് സ്നേഹത്തോടെ ശാരികയെ സ്വാഗതം ചെയ്യുന്നു. ശാരിക, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മൈൻഡ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഇങ്ങനെ നമ്മളെ പോലെയുള്ള ഒരുപാട് കുട്ടികൾ SLC +2 കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി അനുമോദനം അങ്ങനെ ഒരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമുക്കറിയാം, നമ്മളെ പോലുള്ളവരെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആക്സസിബിലിറ്റിയാണ്. അതിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ടോ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് നിഷേധിക്കപ്പെടുന്ന അതായ ഒന്ന് തന്നെയാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് അത് കിട്ടാതെ പോകുമ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് അത് പകർന്നു നൽകാൻ മൈൻഡ് പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്താ പറയാ, നമ്മളെപ്പോലുള്ളവർക്ക് ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസം. നമുക്ക് മുന്നോട്ട് വരണമെങ്കിൽ അത് നമ്മളെ ഒരു ബേസ് അടിത്തറയാണ്. നമുക്കത് ഉണ്ടായാലും മാത്രമേ ഈ സമൂഹത്തിൽ നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാൻ സാധാരണ സ്കൂളിൽ പോയി പഠിച്ച ഒരാളാണ്. പക്ഷേങ്കിൽ ഒരു സാധാരണ വിദ്യാർത്ഥിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത് യാത്രാ പ്രശ്നം, പിന്നെ അവിടെ ആക്സസിബിൾ ടോയ്ലറ്റ്, ക്ലാസ് റൂം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ എൻ്റെ അമ്മയാണ് ഡെയിലി സ്കൂളിൽ കൊണ്ടുപോകാറുള്ളത്. അപ്പൊ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എന്താ പറയാ, അതൊരു അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അച്ഛൻ അത്രയും കാലം അവിടെ നിന്നിട്ട് എന്താ പറയാ എനിക്ക് വേണ്ടി അങ്ങനെ അധ്വാനിച്ചത് കൊണ്ടാണ് ഞാനിപ്പോ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോ ആ ഒരു സ്നേഹവും നന്ദിയും കടപ്പാടും എന്നും എനിക്ക് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ നമ്മൾ പല പ്രതിസന്ധികളും ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ശാരീരികമായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ശരിയാണ്, നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ നമ്മൾക്ക് മറികടക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മളെ ഈ എഡ്യൂക്കേഷൻ. അപ്പൊ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ എയിം ഉണ്ടാവും. അപ്പോൾ ആ എയിമിൽ നമ്മൾ എത്തിപ്പിടിക്കണം. നമ്മളെ പോലുള്ളവരെ ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ പണ്ട് ഡിസാബിൾഡ് എന്ന് പറഞ്ഞിട്ടായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി ഡിഫറെന്റ്ലി ആബിൾ, സ്പെഷ്യലി ആബിൾ, ദിവ്യാംഗൻ പോലെയൊക്കെ ഒരുപാട് ടേംസ് മാറി വരുന്നുണ്ട്. പീപ്പിളിലെ ആൾക്കാരുടെ മനസ്സ് തന്നെ മാറി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേം എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ്. നമ്മളെ UAE പോലെയുള്ള രാജ്യങ്ങളെ പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റി ഉള്ള ആൾക്കാരെ വിളിക്കുന്നത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ആണ്, നിശ്ചയദാർഢ്യമുള്ള ആളുകൾ. അപ്പൊ അത് അങ്ങനെ തന്നെയാണ്. നമ്മള് ഒരുപാട് നിശ്ചയദാർഢ്യമുള്ള ആളുകളാണ്. നമ്മൾക്ക് ഭാവിയെ കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് ദൈവം ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ് എന്ന രീതിക്കാണ് നമ്മൾ ഇന്ത്യയും ഇനി എങ്ങോട്ട് ദൈവം എന്തോ നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാനിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നമ്മളെ ഡ്രീം, നമ്മളെ പാഷൻ അല്ലെങ്കിൽ നമ്മളെ ലക്ഷ്യം എന്താണോ അതിനു വേണ്ടി പ്രയത്നിക്കുക. നമ്മളെ കൂടെ നിൽക്കാൻ ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ഒരു കുറച്ചു പേര് നമ്മളെ എന്താ പറയാ, സിമ്പതി അല്ല എമ്പതി, അങ്ങനെ കുറച്ച് എമ്പതൈസ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. അവരെ നമ്മൾ എന്നും ചേർത്ത് പിടിക്കുക. നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തും ഉറപ്പായിട്ടും. ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവർക്കും ഒരുപാട് നന്ദിയും അതുപോലെ തന്നെ മുന്നോട്ടുള്ള നിങ്ങളെ ജേർണിയിൽ ആശംസയെ അർപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു ശാരിക.
2022-23 അധ്യയന വർഷം മുതൽ പ്രേരണയുടെ ഭാഗമായി 9-10 ക്ലാസ്സുകളിൽ മാത്സ് പഠിപ്പിക്കുന്ന, ഇപ്പോഴും നമ്മുടെ കൂടെ ആത്മാർത്ഥതയോടെ ഒപ്പം നിൽക്കുന്ന മായയെ തൻ്റെ അനുഭവം പങ്കുവെക്കുന്നതിനും ആശംസകൾ നേരുന്നതിനും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മായാലക്ഷ്മി. ഞാനാണ് കഴിഞ്ഞ മുമ്പത്തെ തവണ 9ാം ക്ലാസ്സിലും കഴിഞ്ഞ തവണ 10ാം ക്ലാസ്സിലും ഇപ്പോഴും 10ാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ. എൻ്റെ വീട് കോട്ടയത്താണ് കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഈ മൈൻഡിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞിട്ട് അതിന് നന്ദിയും കൂടെ എനിക്ക് അറിയിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഡയാന. അവളിപ്പോഴും 10th ക്ലാസ് എടുക്കുന്നുണ്ട്. പ്രേരണ പ്രൊജക്റ്റിലേക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നത് ഡയാനയായിരുന്നു. അപ്പൊ അവള് വന്ന് പറഞ്ഞപ്പോ എനിക്ക് ആക്ച്വലി ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു, ഇവരെ പഠിപ്പിക്കണോ വേണ്ടയോ. ഞാൻ രണ്ടാമത് ചിന്തിക്കുക പോലും ചെയ്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനാണ്. ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കൊച്ചു ക്ലാസ്സിൽ മുതലേ ടീച്ചറും കുട്ടിയും കളിച്ചാണ് ഞാൻ വളർന്നത്. വീടിന്റെ മുറ്റത്തെ ചെടിയും പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഡെസ്കും ബെഞ്ചും എല്ലാം എനിക്ക് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേനും കുട്ടികൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയതായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആണ്. നമുക്ക് ഇവരുടെ മുഖം കണ്ട് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലോ എന്ന് ശരിക്കും അറിയത്തൊന്നുമില്ല. അപ്പൊ ഇവരെങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. പിന്നെ ചില കുട്ടികൾക്ക് ഇപ്പൊ എഴുതാൻ സ്പീഡ് കുറവുണ്ട്, ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് പോലും ഇച്ചിരി ബുദ്ധിമുട്ടി ആയിരിക്കും എന്നൊക്കെ എനിക്കറിയാം. ഫിസിക്കലി ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതിൽ ആദ്യത്തെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി. എല്ലാവരും വളരെ കോർഡിനേറ്റിംഗ്, ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എന്നെ തിരിച്ചിങ്ങോട്ട് അവർ നല്ലോണം റെസ്പോണ്ട് ചെയ്ത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എല്ലാം അവർ സത്യസന്ധമായിട്ട് പറഞ്ഞ് ഒത്തിരി സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഇവരും. അത് മാത്രമല്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വളരെ കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഈ കുട്ടികളെല്ലാം പല സ്പീഡിലായിരിക്കും ഒരു ഗ്രാസ്പ് ചെയ്തെടുക്കുന്നത്. ചിലർ വളരെ സ്പീഡിൽ പഠിച്ചെടുക്കും, ചിലർ വളരെ താമസിച്ചെടുക്കത്തുള്ളൂ, ചിലർ എഴുതാൻ കുറച്ച് താമസിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഇവര് സ്പീഡിൽ എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പീഡിൽ പഠിച്ചെടുക്കുന്ന കുട്ടിയാണെങ്കിൽ ആ സ്ലോ ആയിട്ട് പഠിച്ചെടുക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് ഒത്തിരി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റുഡൻസ് ആണ് ഇവരെല്ലാവരും. അത് ലിബിൻ ഉണ്ടായിരുന്നു, ആയിഷ ഉണ്ടായിരുന്നു, ജോഫിൻ, ആൽറിൻ, ആര്യൻ, ജഗത്ത്, അങ്ങനെ കുറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു എനിക്ക് ആദ്യം കിട്ടിയത്. അവര് 10ാം ക്ലാസ്സിലേക്ക് പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് ആയിഷയും അഞ്ജനയും വന്ന സ്റ്റുഡൻസ് ആയിട്ട്, സൂരജും ഉണ്ടായിരുന്നു അവസാനം വന്നത്. ഇത്രയും പേരാണ് എൻ്റെ സ്റ്റുഡൻസ്. പക്ഷെ എനിക്ക് ഈ ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും കഴിഞ്ഞ 10ാം ക്ലാസ് പാസ്സായ എല്ലാവരും എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അവരുടെ വിജയത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവരെ പഠിപ്പിക്കാൻ പറ്റിയതിൽ എനിക്ക് ഞാൻ ഒത്തിരി പ്രൗഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എത്ര സന്തോഷമായിട്ടാണ് ഞാൻ അന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഒരു പാസ് വന്നപ്പോൾ. എനിക്ക് ഒത്തിരി റെസ്പോൺസ് കിട്ടി. നീ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആണോ ഇവര്, നീ പഠിപ്പിച്ചാണോ, അങ്ങനെയൊക്കെ ഒത്തിരി. അപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. എൻ്റെ വീട്ടുകാരൊക്കെ ആണെങ്കിലും നല്ല ഇതാണല്ലോ, നല്ല എക്സ്പീരിയൻസ് ആണല്ലോ എന്നൊക്കെ ഒത്തിരി പറഞ്ഞു. അപ്പം ആദ്യം തന്നെ എനിക്കിങ്ങനെ ഡയാനയോടൊരു നന്ദി, പിന്നെ അതുപോലെ എന്നെ ഇതിലേക്ക് അംഗമാക്കിയ അനിത ചേച്ചി, ആശ ചേച്ചി, ഇവരെല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന്, ഇന്ന് എനിക്കിങ്ങനെ സംസാരിക്കുന്ന അവസരം തന്നതിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ സംസാരിക്കാൻ വിളിക്കുമെന്ന്. എന്നെങ്കിലും ഇങ്ങനെ എൻ്റെ ഒരു നന്ദി അറിയിക്കാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തിട്ടില്ല. പക്ഷെ എന്നെ അവസരം തന്നതിലൊരു സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ ഇപ്രാവശ്യം എനിക്ക് വീണ്ടും 10ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് പഠിപ്പിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെ ഇപ്രാവശ്യം ഇതുപോലെ അടുത്ത വർഷം ഇതുപോലെ തന്നെ അവരുടെ വിജയത്തിൽ ഒരു പങ്കാളിയായിട്ട് എനിക്ക് നിൽക്കണം. ഇനി അത് കഴിഞ്ഞ് അതിനുശേഷം ഇനിയും വരുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് അവരുടെ വിജയത്തിൽ പങ്കാളിയാകാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ടീച്ചിങ് പോലെ അത്ര റിവാർഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ വേറെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഇത്രയും അധികം പ്രതിഫലം കിട്ടുന്ന, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലി എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയോട് കൂടി തന്നെ ഇനി വരുന്ന കുട്ടികളെ എല്ലാം പഠിപ്പിച്ച് അവരെ 10ാം ക്ലാസ്സോ +2 ഒക്കെ പാസ്സാക്കി എടുപ്പിച്ച് അവരെ ഉന്നത വിജയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ കൂടി ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ സമയം ഒരുപാട് ഞാൻ മാറ്റി വെച്ച് എനിക്കത് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഇവരെ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്യൂട്ടിയും കൂടെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ പ്രേരണ പ്രൊജക്റ്റിൽ നിങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ടുണ്ടാവുമെന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നു. നന്ദി.
താങ്ക് യു മായ. അടുത്തതായി കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പ്രേരണയുടെ ഭാഗമായി പുതുതായി കടന്നു വന്ന അധ്യാപകർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അതിനായി ഒരിക്കൽ കൂടി ശാരികയെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്വൈത് AP, അഞ്ജന കൃഷ്ണൻ A, അക്സ സജി, ഹർഷ ബോസ് A, അനാമിക കൃഷ്ണൻ, ആകാശ് മോഹൻ, ലയ രാജൻ, പാർവതി S, റിജിത് V തോമസ്, ശാരിക ഗോപിനാഥ്, ശ്രീരഞ്ജിനി BS, വിദ്യ VB, വിസ്മയ ഉണ്ണി S, അഖില PV, ആയിഷ അമീന P, ശില്പ S, വന്ദന ചന്ദ്രൻ, ജുമാന ജാബിൻ, ഷാജി P സ്റ്റെഫിൻ, സന്ധ്യമോൾ S, വിജിഷ VS, ആതിര കൃഷ്ണൻ UB, നിത്യ G, ഋഷിക RS. വൺസ് അഗെയിൻ താങ്ക് യു ശാരിക. ഇനി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ആദരണീയനായ മറ്റൊരു വ്യക്തിത്വം കൂടി നമ്മുടെ ഈ ചടങ്ങിന് മോടി കൂട്ടാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം. ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്ന ചിത്രശലഭം പദ്ധതി നടപ്പാക്കുന്ന അബ്സല്യൂട്ട് അക്കാദമിയുടെ സ്ഥാപകനും ഡയറക്ടറുമാണ് ജോബിൻ സർ. മോട്ടിവേഷണൽ സ്പീക്കർ, വാഗ്മി, ഗ്രന്ഥകാരൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതാമെന്ന ആശയത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ വ്യക്തി എന്ന നിലയിലും ശ്രദ്ധേയനാണ്. നമ്മോട് സംസാരിക്കാൻ ഏറ്റവും ബഹുമാനത്തോടെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ശാരികയോടൊപ്പം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതിൽ. കൃഷ്ണകുമാർ എന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ശാരികയുമായി കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നെ ബന്ധപ്പെട്ടത്. അപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു പദ്ധതിയെ കുറിച്ച് വലിയ ഒരു അഭിമാനം തോന്നി. കാരണം നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 2.6 കോടി സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ റെപ്രസെന്റേഷൻ പലപ്പോഴും നേതൃരംഗങ്ങളിലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നേതൃരംഗങ്ങളിലേക്ക് കടന്നു വരുവാനുള്ള ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് അവർ ലൈഫ്. അപ്പോൾ ആ വിദ്യാഭ്യാസം നേടി അങ്ങനെ ജീവിതത്തിൽ ഉയർന്ന രംഗങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരുമാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു പൊതു സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിലൊക്കെ മാറ്റം വരികയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡൈവേഴ്സിറ്റിയും ഇൻക്ലൂസിവിറ്റിയെ കുറിച്ചുമാണ് സംസാരിച്ചത്. അപ്പോൾ ലോകമെമ്പാടും ഇന്ന് ചർച്ച ചെയ്യുന്നത് 5 വിരലുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ആളുകൾ വ്യത്യസ്തരാണ്, അവരുടെ കഴിവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് അമേരിക്ക ഭരിച്ചത്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള മഹാന്മാരായ ശാസ്ത്രജ്ഞർ അവർ ലോകത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നോബഡി ഈസ് എനിബഡി ആൻഡ് എനിബഡി ഈസ് നോബഡി. ആരും ആരെക്കാളും വലിയവരല്ല, ആരും ആരെക്കാളും ചെറിയവരല്ല. അപ്പോൾ നമ്മൾ ചെറിയവരല്ല, നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ബോധ്യമാണ് നമ്മളെ മുൻപോട്ടേക്ക് നയിക്കുന്നത്. പ്രത്യേകിച്ചും ഡിസബിലിറ്റി ആക്റ്റും മറ്റുമൊക്കെ നിലവിൽ വന്നപ്പോൾ ഒരുപാട് പോസിറ്റീവായ ട്രാൻസ്ഫോർമേഷൻ വന്നു. ഇപ്പോൾ പൊതുവെ ഡിസബിലിറ്റി അങ്ങനെയുള്ള ടേംസ് യൂസ് ചെയ്യരുത്. പകരം ശാരിക മുമ്പ് സൂചിപ്പിച്ചതുപോലെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ ദിവ്യാംഗ്, അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ്, അങ്ങനെ ഒരു പോസിറ്റീവായ ഒരു വാക്കുകളിലൂടെ മാത്രമേ വ്യത്യസ്ത കഴിവുകളുള്ള സമൂഹത്തെ അവതരിപ്പിക്കാവൂ എന്ന് പറയുന്നു. എങ്കിൽ പോലും എല്ലാ മേഖലകളിലേക്കും ആ മാറ്റം കടന്നു വന്നിട്ടില്ല. വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും 5
5%, 4% ജോലികളിൽ നമുക്ക് വലിയൊരു സംവരണം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ ചിത്രശലഭം പദ്ധതിയിൽ ഇപ്പോൾ നമുക്ക് 10 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഏതാണ്ട് 110ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ശാരിക ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഈ വർഷം IAS പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടിയ ആളേക്കാൾ ഏതാണ്ട് 13 മാർക്ക് കൂടുതലാണ് ശാരികയ്ക്ക് essay പേപ്പറിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു മാർക്ക്. പലപ്പോഴും ആളുകൾ പറയും സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ ചെല്ലുമ്പോൾ ഒരുപക്ഷെ മാർക്കൊക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പഠിപ്പിച്ചവരുണ്ട്. കഴിഞ്ഞ തവണ നമ്മുടെ ബാച്ചിൽ നിന്ന് ഷെറിൻ ഷഹാന സിവിൽ സർവീസിലെത്തിയിരുന്നു. ഷെറിനോട് പറഞ്ഞത് നീ വീൽ ചെയറുമായിട്ട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ബോർഡ് നിന്നെ ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഷെറിനൊക്കെ ഇന്ന് സിവിൽ സർവൻ്റ് ആണ്. ശാരികയ്ക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മാർക്ക് ഇന്റർവ്യൂവിന് ലഭിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. ശാരികയെ പോലെയുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ പ്രചോദനമായി നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ മിടുക്കുകളോ ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സിവിൽ സർവീസ് ഒരു ലക്ഷ്യമാണ് എങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ നമ്മൾ ഒരു സ്കോളർഷിപ്പ് എക്സാം വഴിയാണ് ശാരികയും ഈ ഒരു പദ്ധതിയിലേക്ക് വന്നത്. ഏൺ ചെയ്തെടുത്ത ഒരു വിജയമാണ്. അപ്പോൾ ആ സ്കോളർഷിപ്പ് ഒക്കെ എഴുതി ആ പദ്ധതിയുടെ ഭാഗമാകാനുള്ള ഒരു അവസരം നിങ്ങൾക്കും കിട്ടും. മനസ്സുകൊണ്ട് നമ്മൾ തളരരുത്, അതാണ് ഏറ്റവും വലിയ തളർച്ച. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. ശാരീരികമായ പരിമിതികൾ ഒന്നുമല്ല ഏറ്റവും വലിയ പരിമിതി. ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് നമ്മൾ തളരുന്നു എന്നുള്ളതാണ്. കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ്സ് വ്യത്യസ്ത മേഖലകളിൽ കടന്നു വരുമ്പോൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറും. ഒരു കൂടുതൽ ഇൻക്ലൂസീവായ ഒരു സൊസൈറ്റി ഉണ്ടാകും. ഒരു പരിഷ്കൃത സമൂഹം എന്ന് പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്. പ്രത്യേകിച്ചും ഈ ഒരു 10ാം ക്ലാസ്സിലെ ഉന്നത വിജയം, പ്ലസ് 2വിലെ ഉന്നത വിജയം ഈ പരിമിതികളെയൊക്കെ അതിജീവിച്ച് നിങ്ങൾ നേടുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ വലിയൊരു ആത്മാഭിമാനം പകരണം. നമ്മളോട് തന്നെ ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് നടത്തുക. നമ്മൾ മിടുക്കരാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒപ്പം നിങ്ങളെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും മൈൻഡിനും പ്രേരണ പ്രൊജക്റ്റിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ വിജയങ്ങൾ കടന്നു വരട്ടെ, ഈശ്വര അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. ഇനി അടുത്തതായിട്ട് കുട്ടികളുടെ വിജയത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. പ്രേരണയുടെ ക്ലാസ്സുകളിൽ വളരെ സജീവമായി പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഷമ്മാസിൻ്റെ ഉമ്മയെ തൻ്റെ അനുഭവം പങ്കുവെക്കുന്നതിനായി നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ ഷമ്മാസിന്റെ ഉമ്മയാണ്. ഞാന് എൻ്റെ മോനിപ്പോ 2 A+, 4 A, 2 B+, 2 B ആയിട്ടാണ് ഈ പ്രാവശ്യത്തെ SLCയിൽ ജയിച്ചത്. അതിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മളെ മൈൻഡിലെ പ്രൊജക്ട്, ഈ ഒരു പ്രേരണ എന്നുള്ള ഈ പ്രൊജക്റ്റിനോടാണ്. കാരണം അവനിക്ക് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിന്ന് നമുക്ക് സ്കൂളിൽ കറക്റ്റ് വിടാൻ വയ്യല്ലോ. അധിക ദിവസം ട്രീറ്റ്മെന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവായി പോവാണ്. പിന്നെ ട്യൂഷനാണെങ്കിൽ അങ്ങനെ വിടാൻ വയ്യ. എല്ലാ വിഷയത്തിലും ബാക്കിലായിരുന്നു അവന്. അപ്പോഴാണ് എന്നോട് ഇതിലുള്ള ദാനിഷ് എന്ന് പറഞ്ഞ കുട്ടീൻ്റെ ഉമ്മ അങ്ങനെ പറയണത്, നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. അങ്ങനെ ശ്രീജ ടീച്ചറെ ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നതും ഇതിൽ മോനെ അഡ്മിഷൻ കിട്ടി ഇതിൽ ചേർക്കുന്നത്. അതിന്റെ ശേഷം അവനക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇംഗ്ലീഷൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ട്രീസ ടീച്ചറൊക്കെ അത്രയും മെനക്കെട്ടിട്ടാണ് അവനക്ക് മാത്രമായിട്ട് വീഡിയോ കോളിലൂടെ പിന്നെ വാട്സപ്പ് കോൾ ചെയ്തിട്ടും ഡെയിലി അവനെ ഇരുത്തി ഇംഗ്ലീഷ് വായിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ എനിക്ക് നന്ദി പറഞ്ഞാൽ തീരൂല. അതുപോലെ 9ാം ക്ലാസ്സിൽ ഇപ്പോ സംസാരിച്ച മായ, അവളെ അതേപോലെ എല്ലാ ടീച്ചേഴ്സും, ഓരോ ടീച്ചേഴ്സുമാരെ എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്. അപ്പോ എല്ലാവരും വളരെ സപ്പോർട്ടായിട്ടും കുട്ടികളെ അവളെ എമി പറഞ്ഞ പോലെ തന്നെയാണ് അവരെ ക്ലാസ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അത്രയും ക്ഷമയോടെയാണ് അവർ ക്ലാസ് എടുത്തിട്ടുള്ളത്. അവർക്ക് ഓരോന്നും അത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞ് കൊടുത്ത്, വീണ്ടും അത് അറിയില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു കൊടുത്ത്, അതിൽ കയറാൻ പറ്റാത്തവന് ചില ദിവസം സ്കൂളിൽ പോയിട്ട് നേരം വൈകിട്ട് കയറാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ വീണ്ടും ഇവർക്ക് മാത്രമായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഞങ്ങളെ കുട്ടികളെ ഇത്ര ഒരു വലിയ വിജയം തന്ന ടീച്ചർമാരോടും, അതുപോലെ അനിത ടീച്ചർ, ആശ ടീച്ചർ, ഇങ്ങനെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന
ശ്രീജ ടീച്ചർ, ഇവരോടൊക്കെ ഒരുപാട് നന്ദി മാത്രം. ഇനി എനിക്ക് ഇതിൽ കൂടുതലായിട്ട് എന്താ പറയാനെന്ന് അറിയില്ല. നന്ദി മാത്രം പറയാനുള്ളൂ. ഇനി അടുത്തതായിട്ട് പ്രേരണയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചതിന് ശേഷം വരുന്ന ആദ്യത്തെ +2 ബാച്ചിൻ്റെ റിസൾട്ടാണ് ഇത്തവണ വന്നത്. ഈ ബാച്ചിന് +1, +2 ക്ലാസ്സുകളിൽ ഹിസ്റ്ററി ക്ലാസ് എടുത്ത ആതിരയെ തൻ്റെ അനുഭവം പങ്കുവെക്കുന്നതിനും ആശംസകൾ നേരുന്നതിനുമായിട്ട് ഏറെ സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആതിര. ഞാനിവിടെ തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി കൂടുതലും വീഡിയോയിൽ സംസാരിക്കാൻ കംഫർട്ടബിൾ അല്ല, സോ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ്. ഞാൻ ഓഡിയോ ആയിട്ട് മാത്രം ഞാൻ സംസാരിക്കാം. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം എന്നെക്കുറിച്ച് പറയാം. ഞാനിപ്പോൾ PG സെക്കൻഡ് ഇയർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പം ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് എൻ്റെ അടുത്ത് ഷൈമ ടീച്ചർ ആക്ച്വലി നമ്മുടെ കോളേജിൽ തന്നെ ഞാൻ ആക്ച്വലി ഡിവൈൻലി ഏബിൾഡ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. അപ്പോൾ പ്രാപ്തയുടെ പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഷൈമ ടീച്ചർ. അപ്പോൾ ടീച്ചർ അതിന്റെ ഭാഗമായിട്ട് ഓടി നടക്കുന്ന സമയത്താണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, മൈൻഡ് ട്രസ്റ്റിന്റെ പ്രേരണ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് അതിലേക്ക് പഠിപ്പിക്കാവോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ടൈമിൽ ഞാൻ ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓക്കെ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഓക്കെ ചുമ്മാ ഇരിക്കുമല്ലേ എന്നാൽ പഠിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ PGക്ക് ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ബിസിയായി. പക്ഷെ എനിക്ക് ഇന്നേ വരെ ഞാൻ എത്ര ബിസി ആയിട്ട് പോലും എനിക്ക് ഒരു ബേർഡനും തോന്നാതെ ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യുന്ന എൻ്റെ ലൈഫിലെ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ചില സമയത്ത് ഞാൻ ഭയങ്കര മടിയായിട്ടൊക്കെ ഞാൻ ഇരിക്കാറുണ്ട്. പക്ഷെ ആ ടൈമിൽ പോലും എനിക്ക് പിള്ളേരുടെ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പോയി പഠിപ്പിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആ ദിവസം എന്നെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് മാറ്റുന്ന ഒരൊറ്റ സംഗതി എന്ന് പറയുന്നത് ഞാൻ ഇവരെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഇനിയും എത്രത്തോളം എനിക്ക് ഇവരെ പഠിപ്പിക്കാൻ പറ്റും ഞാൻ അത്രയും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും. അത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ്. കാരണം എനിക്ക് അത്രയും സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്നെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആക്കാൻ എന്നെ സഹായിച്ചു എന്നും എനിക്ക് പലപ്പോഴും ഈ ഒരു മൈൻഡ് ട്രസ്റ്റും ഇവിടുത്തെ കുഞ്ഞുങ്ങളും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഇനി എൻ്റെ കുട്ടികളിലേക്ക് വരുമ്പോൾ ഞാൻ 2022 ഞാൻ പഠിപ്പിച്ച് തുടങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പഠിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ പിള്ളേരെന്ന് പറയുന്നത് മെയിൻലി അനാമിക, അഫീഫ, അനന്തു, നവീൻ, ഇവരിത്രയും പേരായിരുന്നു. അപ്പോൾ എൻ്റെ പിള്ളേരിൽ പലർക്കും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ പോലും കൃത്യമായിട്ട് എൻ്റെ മക്കൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വരാൻ ലേറ്റ് ആയാൽ തന്നെ എന്നോടനെ വിളിക്കും. എന്നിട്ട് ചേച്ചി ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് എന്നെ പോലും കൃത്യമായിട്ട് എന്നെ ഒന്ന് മറക്കാൻ പോലും അനുവദിക്കാതെ എന്നെ കൃത്യമായിട്ട് എന്നെ ഓർമ്മിപ്പിച്ച് വന്ന് ക്ലാസ് എടുപ്പിക്കുന്ന എൻ്റെ നല്ല പിള്ളേരായിരുന്നു, നല്ല പഠിക്കുന്ന പിള്ളേരായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആദ്യത്തെ +2 ബാച്ച് ആണെന്ന്. അപ്പോൾ ആ ബാച്ച് എനിക്ക് അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ ഒരു റിസൾട്ട് കൊടുത്തിറക്കാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരതിന് ശേഷം എൻ്റെ അടുത്ത് അഡ്വൈസ് ഒക്കെ ചോദിക്കാറുണ്ട്. ചേച്ചി ഞാൻ ഇന്ന സബ്ജക്ട് എടുക്കട്ടെ, എന്താ ചേച്ചിയുടെ അഭിപ്രായം? അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഈ ഓൺലൈനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിനും നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലും നമ്മുടെ ഇടയിൽ എൻ്റെ പിള്ളേരുമായിട്ട് എനിക്കൊരു പേഴ്സണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് അവർക്ക് ഒരുപാട് നന്മയുണ്ടാവട്ടെ. അവരവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് നേടാൻ പറ്റട്ടെ. ബിക്കോസ് ദേ റിയലി ഡിസേർവ് ദാറ്റ്. സോ അത് അവർക്ക് മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് മുഴുവനായിട്ട് എനിക്ക് ഈ ഒരു മൈൻഡ് ട്രസ്റ്റിലുള്ള ഓരോരുത്തരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വെച്ച് എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ പ്രോജക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇൻഫോം മീ. കാരണം എനിക്കിതിൽ പലരെയും പേഴ്സണലി എനിക്ക് കാണാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ്. കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തധികം പോകാറില്ല. അപ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റോ കാര്യങ്ങളോ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കുക. എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട്. സോ താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും പല സ്ഥലത്തുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ ആ ഒരു സക്സസിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനും നിങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു ആതിര. അടുത്തതായി ഇത്തവണത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ ലിബിൻ്റെ അനുഭവം പങ്കുവെക്കൽ നമുക്ക് കേൾക്കാം. സ്കൂളിൽ നേരിട്ട് പോയി പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 8ാം ക്ലാസ് മുതൽ പ്രേരണയുടെ ക്ലാസ്സുകളിൽ ഏറ്റവും കൃത്യമായി പങ്കെടുത്ത ലിബിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിബിൻ ബാബു. ഞാൻ ആദ്യമായി പ്രേരണയുടെ ഭാഗമായി പഠിച്ചു തുടങ്ങിയത് 2023 22 23 അധ്യയന വർഷം 9ാം ക്ലാസ് മുതലാണ്. എൻ്റെ അനിയനും ഇതേ അസുഖമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊറോണ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല. ആ സമയത്താണ് മൈൻഡിനെ കുറിച്ച് അറിഞ്ഞതും ഞങ്ങൾ അതിലെ അംഗങ്ങളായതും. മൈൻഡിലെ അനിത ടീച്ചറാണ് ഞങ്ങളെ വിളിക്കുകയും നിങ്ങൾക്ക് പഠിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്നും ചോദിച്ചു. ഞങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. സ്കൂളിൽ പോയി പഠിക്കുവാൻ പറ്റാതിരുന്ന ഞങ്ങൾക്ക് സ്കൂളിലെ ടീച്ചേഴ്സ് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ മനസ്സിലാക്കി പ്രേരണയിലെ ഓരോ ടീച്ചേഴ്സും പഠിപ്പിക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് പഠനസംബന്ധമായി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് തരുമായിരുന്നു. എനിക്കത് സന്തോഷമുള്ള കാര്യമായിരുന്നു. എന്തെങ്കിലും കാരണത്താൽ ഒരു ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം അത് അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തരുമായിരുന്നു. 10ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് വിജയിക്കുവാൻ സാധിച്ചത് ഈ ഗ്രൂപ്പിലെ ഓരോ ടീച്ചേഴ്സിൻ്റെയും ഹാർഡ് വർക്കും സഹായവും കൊണ്ടുമാണെന്നും നിസ്സംശയം പറയുന്നു. ഞങ്ങൾക്ക് ഓൺലൈൻ വഴി എല്ലാ വിഷയങ്ങളും ഞങ്ങളെ പഠിപ്പിച്ച് 10ാം ക്ലാസ് പരീക്ഷ വിജയിക്കുവാൻ സഹായിച്ച എല്ലാ ടീച്ചേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലിബിൻ. നമ്മുടെ കുട്ടികളുടെ അഭിമാനാർഹമായ വിജയത്തിൽ അവർക്ക് അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കാൻ വേണ്ടി ഒത്തുകൂടിയ ഈ ചടങ്ങ് സന്തോഷപൂർവ്വം ഇവിടെ പര്യവസാനിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥിയായി കടന്നു വരികയും തൻ്റെ വാക്കുകൾ കൊണ്ട് നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ശാരികയ്ക്കും ഒപ്പം ഏറ്റവും ആദരണീയനായ ജോബിൻ സാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പ്രോഗ്രാം ഇത്രമേൽ മനോഹരമാക്കിയ ഓരോരുത്തർക്കും നന്ദി. ഇനിയും മുന്നേറാൻ നമ്മുടെ കുട്ടികൾക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു കൊള്ളുന്നു. മൈൻഡിനകത്തും പുറത്തുമായിട്ട് ഇതുവരെ പ്രേരണയെ താങ്ങി നിർത്തിയ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഏവരുടെയും പിന്തുണ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലവും വിജയവും. നിങ്ങൾ ഓരോരുത്തരും ഇനിയും ഒന്നായി മൈൻഡിനൊപ്പം പ്രേരണയ്ക്കൊപ്പവും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഒത്തിരി സ്നേഹം. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.